നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ബിന്ദു പത്മനാഭനെ കൊല ചെയ്തത് ബാത്റൂമിലിട്ട ആണെന്നും സെബാസ്റ്റ്യൻ്റെ ബാത്റൂമിലിട്ടാണെന്നും മയക്കുമരുന്ന് നൽകിയാണ് കൊലപ്പെടുത്തിയത് എന്നും ഉള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. ഒരു വലിയ സാക്ഷിമൊഴിയുമായിട്ട് ഒരു ശശികല എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വന്നിരിക്കുന്നു. സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ ഒരു തുമ്പുമില്ലാതെ പോലീസ് അലയുമ്പോഴാണ് കൃത്യമായി ഒരു തുമ്പുമായി എത്തിയിരിക്കുന്നത്. കാരണം ഈ ഓഡിയോ സന്ദേശം നേരത്തെ തന്നെ പോലീസിന് സബ്മിറ്റ് ചെയ്തെങ്കിലും അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് മുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഈ ഓഡിയോ സന്ദേശം ഈ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വഴി ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാളിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സോഡ പൊന്നപ്പൻ എന്ന് പറയുന്ന ആളിൻ്റെ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. സോഡ പൊന്നപ്പൻ എല്ലാം അറിയാം, പക്ഷേ അദ്ദേഹം നിരപരാധിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം പറയില്ലല്ലോ. എന്തായാലും അതിൻ്റെ ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു അവരുടെ വീട് വിൽക്കണമെന്ന് ഞാൻ സി ഐക്കാണ് കൊടുത്തത്. ചേർത്തിലിരുന്ന സി ഐക്കും ഭാര്യയും കൂടി വന്നപ്പോൾ ഞാൻ കൊടുത്ത് വൈകുന്നേരമായപ്പോൾ 10 ലക്ഷം രൂപയും കൊടുത്തു. കമ്മീഷൻ തന്നു. പിന്നെ എന്തെങ്കിലും കാര്യം പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് തടിയൊക്കെ ഞാൻ വെച്ചു. തടി വെട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് ആവശ്യം വരുമ്പോൾ അവ വിളിക്കും. അപ്പൊ ഞാൻ ചെല്ലും, കാശ് കൊടുക്കും. അന്ന് തടിക്കച്ചവടമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഇവ പറഞ്ഞ് എനിക്ക് എല്ലാ സ്ഥലവും ഇത് സെബാസ്റ്റ്യൻ ഇയാളും കൂടിയാണ് ചെക്ക് മുഴുവൻ കിടന്ന സ്ഥലം മുഴുവൻ വിറ്റ് ഇവന്റെ ഒരു ചുക്കും ഇല്ലായിരുന്നു. ഈ പ്രായങ്ങളുടെ ഒന്നുമില്ലായിരുന്നു. ഒരു 5 വയസ്സായി ഇവിടെ ഇല്ല എന്നുള്ളവരെ എനിക്കറിയായിരുന്നു. അവിടെ ഇങ്ങനെ നടക്കില്ലല്ലേ. സെബാസ്റ്റ്യൻ ഇവനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ ചെന്നു. പിറ്റേ ദിവസം രാവിലെ പ്രാങ്കൾ വീട്ടിൽ വന്നു. കൊല്ലം പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം. നിങ്ങൾ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും വിറ്റ് ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്ന ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിലിട്ട് അടച്ചു. ദേവനും ഉണ്ടായില്ല. പിന്നെ നമ്മളതിനകത്തങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. ആ വീടെന്ന് പറയാൻ ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. പറയാ അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യന് അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി. ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരൻ കളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി. ആട്ടോക്കാരനെ പിടിക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് അറിയാം. സെബാസ്റ്റ്യൻ പിന്നെ ഞാൻ പറയും എങ്ങും ഇല്ലേന്ന് പറഞ്ഞു. അപ്പൊ സെബാസ്റ്റ്യൻ പറഞ്ഞു കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് ഉണ്ട്, എന്റെ ഉണ്ട്, തനിക്ക് വേണം, എന്റെ ഉണ്ട്, തനിക്ക് വേണം. അത് ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ ആ പിള്ളേരയക്കാൻ നോക്കുന്നു. കള്ളത്തരവും പറഞ്ഞു. ഇവിടുത്തെ കാശ് കംപ്ലീറ്റ് ഈ പ്രാങ്കളും ഇവരും കൂടിയാണ്. കിടക്ക പൊളിറ്റിക്സ് ശമ്പള കാശ് മൊത്തം ഉണ്ട്. എന്റെ രണ്ടുപേരും കൂടിയാണ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ഇവിടെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നിട്ടും പറഞ്ഞിട്ട് എനിക്കിത് കാശ് ഇവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അത് പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ പോവുകയാണ്, എറണാകുളത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ ഇന്ന് വരും ഞാൻ എന്തെല്ലാം നുണയോട് പറഞ്ഞതാണെന്നറിയാവാ. നിങ്ങളുടെ മരുമകളെ ഈ തിയേറ്ററിന്റെ വടക്കുപറ താമസിച്ചിരുന്നപ്പോ അവിടെ കൊണ്ടേ കൊടുക്കുമായിരുന്നെന്നും എല്ലാ ചരിത്രം എന്നോട് എന്റെ ഭർത്താവ് നിങ്ങളുടെ മരുമകളാ നിങ്ങൾ ചോറുമായിട്ട് കൊണ്ടേ കൊടുക്കുക. വഴക്കിടാൻ വേണ്ടിട്ടല്ല കേട്ടോ, ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയണതാണ്. കൊടുക്കുമായിരുന്നു. അവന്റെ അപ്പൊ അല്ല അത് ചേട്ടാ അവന്റെ ജയത്തിന് വേണ്ടിട്ട് പറയണതാണ്. അല്ല അവന്റെ ജയത്തിന് വേണ്ടി പിന്നെ ഇവന് മാർക്കാര് ഇവിടെ കഴിഞ്ഞിട്ടേ കേട്ടാ ഇവിടെ പൊറുക്കാൻ വന്നു കഴിഞ്ഞിട്ടേ ഈ ആരണ്ടും ചിട്ടി നടത്തിയിട്ട് ചിട്ടിയുടെ കാശും മേടിച്ചോണ്ട് ഇവൻ പോന്നെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്നായിരുന്നു. പിന്നെ തട്ടിപ്പ് അവനാ പെണ്ണുമ്പോൾ എന്ത് പാവാണ്. അവരും പെൺമാളും കൂടി 2 മാളും കൂടി ഇവിടെ വരുമായിരുന്നു.
പെര വെച്ചതിൽ പല ആളുകൾക്കും കാശ് കൊടുക്കാനുണ്ട്. ആ മുറ്റത്തെ ടൈലിട്ടതിന് വിൽക്കണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ വേണമെന്ന്. അപ്പൊ അവൻ 1.5 കോടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 85 ലക്ഷം രൂപ അങ്ങോട്ട് വരും, പറ്റുവാന്ന്. എവിടാ? ഇവിടെ അങ്ങനെ വരെ ഞാൻ പറഞ്ഞു. ഇവിടെ അവിടെ അത് പിന്നെ അവന്റെ ചേട്ടൻ അനിയന്റെ അവിടുത്തെ കാശ് മുഴുവൻ ഇപ്പൊ പാവത്തിന്റെ റോയി എന്ന് പറഞ്ഞ ആളുടെ കംപ്ലീറ്റ് കാശ് പിന്നെ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് പറയണേ 1 സെന്റ് സ്ഥലം പോലും ഇങ്ങോട്ട് മേടിച്ചില്ല, 50 സെന്റും അങ്ങോട്ട് എഴുതി കൊടുത്തേക്കും പോന്നു. ആർക്ക്? അനിയന്. എന്റെ ദൈവം, അവൻ നമ്മുടെ പാലത്തിന്റെ ചന്തയുടെ അവിടെ കിടന്ന സ്ഥലമൊക്കെ വിറ്റി. പിന്നെ കണ്ടക്കടവിൽ ഇവന്റെ പെങ്ങളായിട്ടാ. പിന്നെ അവൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.